SDPI പാർട്ടിയുടെ മലപ്പുറം ജില്ലാ ഓഫീസിൽ ED റെയ്ഡ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. കേന്ദ്രസേനയുടെ സഹായത്തോടുകൂടിയായിരുന്നു പരിശോധനാ നടപടികൾ. ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് മലപ്പുറത്തും റെയ്ഡ് നടന്നത്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലാണ് ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് MK ഫൈസി എന്നും ആരോപണവും ED ഉന്നയിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് നിരോധനത്തിനു പിന്നാലെ SDPIയും നിരോധിക്കാനുള്ള സാധ്യത ഏറുന്നതിനിടെയാണ് ഓഫീസുകളിൽ പരിശോധന നടക്കുന്നത്. ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PFIയും SDPIയും ഒന്നാണെന്നും ED വ്യക്തമാക്കിയിരുന്നു. SDPIയുടെ നയരൂപീകരണം, തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, പ്രവർത്തന ഫണ്ട് എന്നിവയടക്കം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് PFI ആണെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ED വ്യക്തമാക്കുന്നുണ്ട്. SDPIയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് PFI ആണ്. ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണം എത്തി രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചു. റമദാൻ കളക്ഷൻ എന്ന പേരിലും SDPI പണം സ്വരൂപിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. MK ഫൈസിയുടെ അറിവോടുകൂടിയാണ് ഇടപാടുകൾ നടന്നതെന്നാണ് ED ആരോപണം. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടിയാണ് നേരത്തെ കേന്ദ്രം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. എന്നാൽ EDയുടെ ആരോപണം വഖഫ് ബില്ലിനെതിരെ പാർട്ടി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ പകപോക്കലാണെന്ന് SDP നേതൃത്വം പ്രതികരിച്ചു. കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പല മണ്ഡലങ്ങളിലും വോട്ടുള്ള SDPIക്കെതിരെ കേന്ദ്ര നീക്കം ശക്തമാക്കുന്നത്. PFIയുടെ വഴിയെ SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിരോധനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടിയാണ് ഇത് തെളിയിക്കുന്നത്. മലബാർ ടൈംസ്, മഞ്ചേരി.